ഹലോ ഡിയേഴ്സ്, ചെമ്പനീർപ്പൂ പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയിലുണ്ടല്ലോ കൂട്ടുകാരെ, ഇവരെല്ലാരും കൂടി ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സച്ചി പറയുവാട്ടോ, അച്ഛാ നല്ല ഫുഡ് കഴിക്കുന്നത് നല്ല മരുന്ന് പോലെയാണല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അച്ഛൻ പറയുന്നുണ്ട്, ശരിയാടാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, അപ്പൊ നമ്മുടെ രേവതി നമുക്ക് വിളമ്പുന്നത് എപ്പോഴും മരുന്നാണല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചന്ദ്രമതിക്ക് ഇതൊന്നും പിടിക്കുന്നില്ല. അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, എടാ എന്നാ നീ ഡോക്ടർ രേവതി എന്നും പറഞ്ഞൊരു ബോർഡ് ഇവിടെ തൂക്കടാ, എല്ലാരും വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, അമ്മ വേണമെങ്കിൽ രേവതിയുടെ ശിക്ഷ അയക്കോ എന്ന് പറയുക കേട്ടോ. പിന്നീട് അപ്പുറത്ത് നമ്മുടെ പണയം വെക്കാൻ കൊണ്ടുപോകുന്നുണ്ടല്ലോ. അപ്പൊ അവരുടെ ചെറിയൊരു പ്രശ്നമൊക്കെ ആവുന്നുണ്ട്. ഈ സ്വർണം വിറ്റാൽ മാത്രമേ 5 ലക്ഷം രൂപയുടെ മുകളിൽ കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശ്രുതി ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ആ സ്വർണം കൊണ്ടുപോയി വിൽക്കുമോ എന്നുള്ളത് അറിയില്ല. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പൈസയുടെ കാര്യമൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, ശ്രുതി ഇങ്ങനെ പോകുകയാണെങ്കിൽ ശ്രുതി വലിയ ബിസിനസ്സുകാരനാവുമല്ലോ, ഏറ്റവും അടുത്ത് തന്നെ ആവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ പറയുക. അപ്പൊ നമ്മുടെ ശ്രുതിക്കല്ലേ അറിയൂ സത്യാവസ്ഥ. അപ്പൊ ശ്രുതിക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയാ, എക്കിട്ടം വരുന്നത് ഞെട്ടിയിട്ട് ചുമ വരുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കോമഡി ആയിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചതേ. ഇനി നമ്മുടെ രേവതിയുടെ സ്വർണം എടുത്ത കാര്യം രേവതിയും സച്ചിയും അറിയുമ്പോഴായിരിക്കും അടുത്ത പ്രശ്നം അല്ലെ. കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.